بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തുൽ അൻകബൂത്ത് 32, 33, 34 ഈ 3 വചനങ്ങളാണ് ഇന്ന് പുതിയ പാഠമായി നാം പാരായണം ചെയ്യുന്നത്. ഈ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. ഖാല ഇന്ന ഫീഹാ ലൂത്താ. ഖാല ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്. ഇന്ന നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ലൂത്താ താ അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫ്, ഇവ രണ്ടിനും തഫ്ഖീം തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. എന്നാൽ ഇതിൽ നിന്നും വിപരീതമാണ് ഫീഹ എന്ന് പറയുമ്പോഴുള്ള അലിഫിൻ്റെ ഉച്ചാരണം, മറ്റക്ഷരങ്ങൾ. അപ്പോൾ തഫ്ഖീമിൻ്റെ അക്ഷരങ്ങൾക്ക് മാത്രം തഫ്ഖീം, മറ്റുള്ളവർക്ക് തർക്കീഖ്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഖാലു വീണ്ടും ഖാഫും അലിഫും തഫ്ഖീം കൊടുക്കുക. നഹ്നു ഹ ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. നഹ്നു അഅ്ലമു ഐനിന്റെ ഉച്ചാരണം. നഹ്നു അഅ്ലമു ബിമൻ ഫീഹാ. സാക്കിനത്തായ നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലനുനജ്ജിയന്ന. ഈ പദത്തിൽ നൂൻ മുശദ്ദദ ഉണ്ട്. ശ്രദ്ധ നൽകപ്പെട്ട നൂൻ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലനുനജ്ജിയന്നഹു വഅഹ്ലഹു ഇല്ല ഇംറഅതഹു. ലനുനജ്ജിയന്നഹു ഇതിന്റെ അന്ത്യത്തിൽ ഹ ദമീറുണ്ട്. അഹ്ലഹു ഇതിലുമുണ്ട്. ഇല്ല ഇംറഅതഹു കാനത് അവിടെയും ഇംറഅതഹു ഹ ദമീർ വന്നിരിക്കുന്നു. ഇതിൽ 3 എണ്ണത്തിൽ 2 എണ്ണത്തിന് മദ്ദുസ്സിലത്തി സുഗ്റ ലനുനജ്ജിയന്നഹു എന്നതിലും 3-ാമത്തെ ഇംറഅതഹു എന്നതിലും മദ്ദുസ്സിലത്തി സുഗ്റ നൽകണം. എന്നാൽ വഅഹ്ലഹു ഇല്ല ഇംറഅതഹു അവിടെ മദ്ദുസ്സിലത്തിൽ കുബ്ര അഥവാ മദ്ദു മുൻഫസിലിന്റെ വിധി നൽകുന്ന ദീർഘം 4-5 ഹറക്കത്തിന്റെ അളവിൽ നൽകൽ അനുവദനീയമായ ദീർഘമാണ്. കാനത് മിനൽ ഗാബിരീൻ. ഇതിലൊക്കെ ഉച്ചരിക്കപ്പെടുന്ന ഹാഇന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വഅഹ്ലഹു ഹാ ക്ലിയറാക്കി ഉച്ചരിക്കണം എന്നത്. ഇല്ല ഇംറഅതഹു അവിടെ അലിഫ് ഇൽതിഖാഉ സാക്കിനൈന് വേണ്ടി ഹദ്ഫ് ചെയ്യപ്പെടുന്നു. ഇല്ല എന്ന അലിഫ് അത് ഒഴിവായത് ഇൽതിഖാഉ സാക്കിനൈൻ പരിഹരിക്കാൻ വേണ്ടിയാണ്. കാനത് ഇല്ല ഇംറഅതഹു പറയുമ്പോൾ റാഇന് തഫ്ഖീമാണ് എന്നത് ശ്രദ്ധിക്കുക. പൂർണ്ണമായ തഫ്ഖീം കൊടുത്ത് റാഇനെ ഉച്ചരിക്കണം. കാനത് കാഫിനും അലിഫിനും തർഖീഖ്. താഇന് ഹംസുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാനത് മഹ്മൂസും ഷദീദുമായ അക്ഷരങ്ങളാണ് കാഫും താവും ഒക്കെ. കാനത് മിനൽ ഗാബിരീൻ. ഗൈനിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. തൊണ്ടയുടെ ഇങ്ങേറ്റമാണ് ഗൈനിന്റെ മഖ്റജ്, മേലെ അറ്റം. മിനൽ ഗാബിരീൻ പ്രത്യേകം ശ്രദ്ധിച്ച് ഹൽക്കിന്റെ അക്ഷരങ്ങളൊക്കെ പ്രത്യേകിച്ചും തെറ്റാതെ ഉച്ചരിക്കാൻ ശ്രമിക്കണം. വലമ്മ ഈ പദത്തിലെ മീം മുശദ്ദദയെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അതിലുള്ള ദീർഘം മദ്ദ് മുൻഫസിൽ ജായിസാണ്. അലിഫ്. വലമ്മ അൻ ജാഅത്. ഇവിടെ അൻ എന്നതിലെ സാക്കിനത്തായ നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കണം. അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ജാഅത് ഈ പദത്തിലെ ദീർഘം മദ്ദ് മുത്തസിൽ വാജിബ്, നിർബന്ധമായും 4-5 ഹർക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ട ദീർഘമാണ്. ഒറ്റ പദത്തിലാണ് അലിഫും ശേഷം ഹംസയും വന്നത്.
ഇതുകൊണ്ടാണ് നിർബന്ധമായ മുത്തസിലായ ദീർഘമായി മാറി. അൻജഅത് താഇ നേരത്തെ സൂചിപ്പിച്ച പോലെ മഹ്മൂസായ ഹർഫാണ്. റസൂലൂന റാഇന് മാത്രം തഫ്ഖീം കൊടുക്കുക. ലൂത്തൻ സീഅ ത്വാഇന് തഫ്ഖീമാണ്. എന്നാൽ ലൂത്തൻ സീഅ എന്ന് പറയുമ്പോൾ ത്വാഇന് തഫ്ഖീം കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഇസ്തിഅലാഇന്റെ ഹർഫാണ്, ഇത്ബാഖിന്റെ അക്ഷരമാണ്, ശിദ്ദത്തുണ്ട്. എന്നാൽ അതിലുള്ള തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ച് ഉച്ചരിക്കണം. ആ മണിക്കലിലാവട്ടെ തർക്കീഖാണ്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. മണിക്കലിൽ തർക്കീഖ് വരണം. ഇഖ്ഫാ മുറഖഖാണ്. കാരണം ശേഷമുള്ളത് സീനാണ്, ഇസ്തിഫാലിന്റെ ഹർഫാണ് എന്നതുകൊണ്ട്. അപ്പോൾ ത്വാഇന്റെ ഫത്ഹ അകാരത്തിന് മാത്രം തഫ്ഖീം, ശേഷമുള്ള നൂനിന്റെ ശബ്ദമുണ്ട്. തൻവീൻ ഉച്ചരിക്കുമ്പോൾ വരുന്ന നൂനിന്റെ ശബ്ദം, ആ ശബ്ദം മുതൽ പിന്നീട് തർക്കീഖ്. അതാണ് ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ലൂത്തൻ സീഅ ത വരെയും തഫ്ഖീം, ത എന്ന് നമ്മൾ ഉച്ചരിച്ചു. ലൂത്തൻ സീഅ. സീഅയിലാകട്ടെ യാഇനെ മദ് മുത്തസിൽ വാജിബ് നൽകി നിർബന്ധമായും 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കണം. സീഅ ബിഹിം വദാഖ ബിഹിം ദർഅ. ബിഹിം വദാഖ സാക്കിനത മീം ഇൽഹാർ ഷഫവി, സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം, ശേഷം വാവുള്ളത് കൊണ്ട്. വീണ്ടും ബിഹിം ദർഅ, അവിടെയും സാക്കിനത മീമിന് ഇൽഹാർ ഷഫവിയാണ് ചെയ്യേണ്ടത്. ദർഅൻ ദർഅൻ റാഇന് തഫ്ഖീം കൊടുക്കുക. ദർഅൻ വഖാലു തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വഖാലു ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്. ലാ തഖഫ് വലാ തഹ്സൻ, അവിടെയൊക്കെ സൂക്ഷിച്ച് ഉച്ചരിക്കണം. ലാ തഖഫ് ഖാഇന് പൂർണ്ണമായ തഫ്ഖീം, ശേഷം ഷഫവിയായ ഫ ഉണ്ട്, അതിനും ശേഷം ഷഫവിയായ വാവുണ്ട്. അപ്പൊ ഇവ രണ്ടും 2 മഖ്റജുകളാണ്. ഷഫവിയാണെങ്കിലും 2 മഖ്റജുകളാണ്. ഫ വേറെ വാവ് വേറെ. വേർപിരിഞ്ഞ് കൃത്യമായി വ്യക്തമായി മഖ്റജുകളിൽ നിന്ന് ആ 2 ഹർഫിന്റെയും ശബ്ദം വരണം. ലാ തഖഫ് വലാ തഹ്സൻ. ഹ ശ്രദ്ധിക്കണം, ചേർന്നത്തിൽ ഹൽക്കിന്റെ അക്ഷരം. ശേഷം ഇന്നാ മുനജ്ജൂക, നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മുനജ്ജൂക വഅഹ്ലക, കാഫുകളൊക്കെ ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളാണ്. മറ്റും ഇസ്തിഫാലിന്റെ ഹർഫുകളുള്ളത് എല്ലാം തർക്കീഖോടുകൂടി ഉച്ചരിക്കുക. ഇല്ലംറഅതക, അല്ലേ? ഈ പദം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇല്ലംറഅതക, മീമിന് ഇൽഹാർ ഷഫവി, മണിക്കാതെ മീമിനെ ഉച്ചരിക്കണം. റാഇന് മാത്രമാണ് തഫ്ഖീമുള്ളത്, മറ്റെല്ലാറ്റിനും തർക്കീഖ്. ഇല്ല, തർക്കീഖ് ലാമിന്. ഇല്ലം റാഇന് തഫ്ഖീം. ആതാക ഹംസ താഇ കാഫ്, എല്ലാം ഇസ്തിഫാലിന്റെ തർക്കീഖോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ. കാനത് മിനൽ ഗാബിരീൻ, കാനത്, അവിടെയൊക്കെ തർക്കീഖിന്റെ അക്ഷരങ്ങളാണ്. മിനൽ ഗാബിരീൻ, മേലെ കഴിഞ്ഞ പദം തന്നെയാണ് ആ ഭാഗം. കാനത് മിനൽ ഗാബിരീൻ മേലെയും കഴിഞ്ഞു. ഗാബിരീൻ എന്ന ഗൈനിനും അലിഫിനും മാത്രം തഫ്ഖീമുണ്ട്.
തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. വീണ്ടും ഇന്ന നൂൻ മുശദ്ദദ മണിക്കുക. മുൻസിലൂന സാക്കിനത്താനൂൻ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ച് ഉച്ചരിക്കുക. മുൻസിലൂന അലാ അഹ്ലി. ഐന് വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. അല എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിന് ദീർഘം നൽകൽ അനുവദനീയമാണ്. അല അഹ്ലി ഹാദിഹിൽ ഖർയ. ഹാകളെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ സൂക്ഷിച്ചുച്ചരിക്കുക. ഹ ആണ്, പക്ഷേ പലപ്പോഴും മലയാളത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരമാണ്, നമുക്ക് പരിചയമാണ്, പ്രയാസമൊന്നുമില്ല. പക്ഷേ തുടരെ വരുമ്പോഴൊക്കെയും അത് ഉച്ചാരണം മാറിപ്പോകും. ഹ പോലെയൊക്കെ തെറ്റായി ഉച്ചരിക്കാറുണ്ട്, സൂക്ഷിക്കണം. ഹാദിഹി എന്ന പദത്തിലെ ഹ അതിന് യഥാർത്ഥത്തിൽ ഹ ഉദ്വമീറിന്റെ വിധി വരുന്നതാണ്. ഹാദിഹി ഇവിടെ അല്പം പോലും ദീർഘം വരുന്നില്ല, കാരണം ശേഷം സാക്കിൻ വരുന്നതുകൊണ്ട്. 2 സാക്കിൻ ഹാദിഹി എന്നതിലെ യാഗും അൽ എന്നതിലെ ലാമും 2 സുക്കൂനുകൾ ചേർന്ന് വരുന്നു. അതുകൊണ്ട് യാ കളയപ്പെടുന്നു ഇൽത്തിഖാ സാക്കിനു വേണ്ടി. അഥവാ ഹ ഉദ്വമീറിന്റെ നിയമത്തോട് സില എന്ന് പറഞ്ഞ ഹ ഉദ്വമീറിനോട് ചേർക്കപ്പെടുന്ന ഒരു അതേ വിധി നൽകപ്പെടുന്ന പദമാണ് ഹാദിഹി എന്നതാണ് അനുബന്ധമായി അറിയേണ്ടത്. അൽ ഖാറിയ ഖാഫിനും റാഇനും തഫ്ഖീം. റിജ്സൻ മിൻ റിജ്സൻ ജീമിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കണം. സായിന്റെ തൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. റിജ്സൻ മിനസ്സമാഇ. ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. അലിഫിന് 4-5 ഹറക്കത്തിന്റെ അളവിൽ നിർബന്ധമായും ദീർഘിപ്പിക്കുക. ബിമാ കാനൂ യഫ്സുഖൂൻ. ഇവിടെയൊക്കെയും മിനസ്സമാഇ ബിമാ കാനൂ എല്ലാ അലിഫുകളും ഇസ്തിഫാലിന്റെ ഹർഫുകളെയാണ് ദീർഘിപ്പിക്കുന്നത് എന്നതിനാൽ തർക്കീഖാണ്, ശ്രദ്ധിക്കുക. ബിമാ കാനു എന്ന് പറയില്ല. ബിമാ കാനു യഫ്സുഖൂൻ. ഇതിലൊരു ഖാഫിന് മാത്രമാണ് നിസ്ബിയായ തഫ്ഖീമുള്ളത്. മറ്റെല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റെതാണ്. ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قال إن فيها لوطا قالوا نحن أعلم بمن فيها لننجينه وأهله إلا امرأته كانت من الغابرين. ولما أن جاءت رسلنا لوطا سيء بهم وضاق بهم ذرعا وقالوا لا تخف ولا تحزن إنا منجوك وأهلك إلا امرأتك كانت من الغابرين. إنا منزلون على أهل هذه القرية رجزا من السماء بما كانوا يفسقون.